3% DA അടുത്ത മാസം കുടിശ്ശിക നൽകില്ല. ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏപ്രിൽ മുതൽ 3%, UGC ബാധകമായവർക്ക് 4%വും DA അനുവദിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം നടപ്പാക്കുമെങ്കിലും കുടിശ്ശിക നൽകില്ല. ഏപ്രിൽ മാസം വാങ്ങുന്ന പെൻഷൻ മുതലും ജീവനക്കാർക്ക് മെയിൽ കിട്ടുന്ന ഏപ്രിൽ മാസത്തെ ശമ്പളം മുതലും ഇത് കിട്ടിത്തുടങ്ങും. ഇതിനായിട്ട് മാസം തോറും 160 കോടി രൂപ അധികം വേണ്ടിവരും. ഈ ഉത്തരവ് തയ്യാറായി കഴിഞ്ഞു. പുതിയ ഗഡു DA നൽകിക്കഴിഞ്ഞാൽ ഇനി 16% DA കുടിശ്ശികയുണ്ടാകുമെന്ന് ധനവകുപ്പ് അധികൃതർ പറഞ്ഞു. PFൽ ലയിപ്പിച്ച 4 ഗഡു DA കുടിശ്ശികയിൽ 2 ഗഡു പിൻവലിക്കാൻ അനുവദിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അക്കൗണ്ടന്റ് ജനറൽ ഇക്കാര്യത്തിൽ സാങ്കേതിക തടസ്സം ഉന്നയിച്ചു. 4 ഗഡുക്കൾ ഒരുമിച്ചാണ് ലയിപ്പിച്ചത്. ഓരോ ഗഡുവിലും എത്ര രൂപ ഉണ്ടാവുമെന്ന് കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. അതിനാൽ 2 ഗഡുക്കൾ മാത്രമായി എടുക്കാൻ സാങ്കേതികമായിട്ട് അനുവദിക്കാനാവില്ലെന്നായിരുന്നു അക്കൗണ്ടന്റ് ജനറൽ ചൂണ്ടിക്കാട്ടിയത്. ഈ പ്രശ്നം പരിഹരിക്കാനാണ് എത്ര തുക ലയിപ്പിച്ചോ അതിൻ്റെ പകുതി പിൻവലിക്കാൻ ധനവകുപ്പ് അനുമതി നൽകിയത്. മാസം തോറും 25 കോടി രൂപയുടെ അധിക ബാധ്യത ഇതിലൂടെ പ്രതീക്ഷിക്കുന്നു.